മുഹമ്മദ് നബി അടിമയെ പൂശി മാരിയത്തുൽ കിബിത്തിയ. മാരിയത്തുൽ കിബിത്തിയനെ അറിയില്ലേ? അപ്പൊ അങ്ങനെ പറയരുത്. അതാരാ? മോളാ? ഇതൊരു മാതിരി തറ പരിപാടിയായി പോയി. നിങ്ങളാണ് കേട്ടോ ഫ്രോഡ് ഇങ്ങനെ പറയണെങ്കിൽ. എഡ്യൂക്കേഷൻ തീരല്ലാത്തോണ്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ ഇരിക്കും. മാരിയത്തുൽ കിബിത്തിയ ആരാണ്? എനിക്കറിയില്ല. അറിയില്ല. മാരിയത്തുൽ കിബിത്തിയ അടിമ പെണ്ണായിരുന്നു. പച്ചനോണയോടെ എങ്ങനെയാണ്? അണ്ണാവെ പറ്റി പറഞ്ഞ. അപ്പൊ ഞാനിപ്പോ പറയുമ്പോ നമ്മൾ എന്നെ ഫ്രോഡ് എന്ന് വിളിക്കും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് ഉസ്താദുമാരെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് നമ്മളുടെ രീതി. നമ്മൾ പറയുമ്പോഴല്ലേ പ്രശ്നം. മാരിയത്തുൽ കിബിത്തിയെ കുറിച്ച് ഒരു കാര്യം ചെയ്യാം. ഏതായാലും ഉസ്താദ് പറയണേ അങ്ങോട്ട് കേൾപ്പിച്ചോളെ. ഉസ്താദ് പറയുന്നത് നമുക്ക് കേൾക്കാം. പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ. എന്നെ സംശയിക്കരുത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്.